കോഴിക്കോട് നഗരത്തിലെ ജയലക്ഷ്മി സിൽക്സിൽ ഇന്നലെ വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിന്റെ മാനേജറുടെ പരാതിയിലാണ് കേസ്. 50 കോടിയുടെ നഷ്ടമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാനേജർ പരാതി നൽകിയത്. വിവരങ്ങളുമായി രമ്യ ദാസാണ് ചേരുന്നത്. രമ്യ, എന്താണ് ഈ മാനേജർ നൽകുന്ന പരാതി? ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അട്ടിമറി സംശയിക്കുന്നുണ്ടോ? കാരണം ഇപ്പോൾ ഈ 50 കോടിയുടെ നഷ്ടം എന്ന് പറയുകയാണ്. എന്താണ് സംഭവിച്ചതെന്നാണ് വിലയിരുത്തൽ? ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വകുപ്പുകളുടെ അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യഘട്ടത്തിൽ പോലീസ് വകുപ്പ് പ്രാഥമികമായി അന്വേഷണം നടത്തിയിരുന്നു. ഇതിൽ കൃത്യമായി തന്നെ ഈ ഒരു തീപിടുത്തലിന് കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് അവരുടെ പ്രാഥമികമായ ഒരു റിപ്പോർട്ടുള്ളത്. കൂടാതെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവ വകുപ്പുകളും ഇന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് കൂടി പുറത്തു വരാനുണ്ട്. ഇതിനിടയിലാണ് ഈ സ്ഥാപനത്തിന്റെ മാനേജർ ഇത്തരത്തിൽ കോഴിക്കോട് ടൗൺ പോലീസിന് പരാതി നൽകിയിട്ടുള്ളത്. അതായത് ഏകദേശം 50 കോടിയുടെ നഷ്ടമുണ്ടായി എന്ന് കണക്കാക്കിയാണ് ചൂണ്ടിക്കാട്ടിയാണ് മാനേജർ പരാതി നൽകിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണങ്ങളെല്ലാം നടക്കുകയാണ്. ഇതിൽ മാത്രമാണ് എന്താണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണം എന്നുള്ളത് വ്യക്തമാകുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ തന്നെ അതായത് ഈ തീപിടുത്തത്തിന് കാരണം പോലീസും അന്വേഷിച്ചു വരികയാണ്. ഓക്കെ രമ്യ, മാനേജറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കോഴിക്കോട് ജയലക്ഷ്മിയിൽ 50 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് മാനേജറുടെ പരാതിയിൽ പറയുന്നത്.